Hello guys, welcome back to my YouTube channel. And today so guys, ഞാൻ വാങ്ങിയ കുറച്ച് റാൻഡം തിങ്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങൾ വാങ്ങിച്ച സ്കിൻ കെയർ കാണിച്ചിടാം. ആദ്യം ഞാൻ ഒരു ഫാർമസി പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നത്. ആദ്യം സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡ് വൈപ്സ് ആണ്. ഇത് ആക്നെ പാഡാണ്, ആക്നെ പ്രിവെന്റ് ചെയ്യുന്ന പാഡാണ്. ഒരു ടോണർ പാഡ് പോലെ. പക്ഷെ എന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആണ്. അത് എന്തായാലും ഫാർമസി പ്രോഡക്റ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ എന്റെ കാണുന്നില്ല. ഇതാണ് പ്രോഡക്റ്റ്. അതിനുശേഷം ഇത് ദ ഫോർമുലാക്സ് എന്ന് പറയുന്ന ഒരു ഇതിന്ന് വാങ്ങിയതാണ്. റെറ്റിനോളാണ്. റെറ്റിനോള് നമ്മൾ സ്കിൻ കെയറിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെറ്റിനോള്. സംഭവം ഇതാണ്. എനിക്ക് ഇത് കാണാൻ കൊള്ളാമെന്ന് ഞാൻ പക്ഷെ നല്ലൊരു സാധനമാണ്, സംഭവമാണ്. ഇത് നല്ല ബ്രാൻഡാണ്. ഇത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഒരു മഞ്ഞ കളർ ഒരു ഇതാണ് കാണിക്കുന്നത്. ജെല്ലി കൺസിസ്റ്റൻസി. ജെല്ലി അല്ല, കുറച്ച് ചെറുതായിട്ട് ലിക്വിഡ് അങ്ങനത്തെ ഒരു ഫോർമുലയാണ്. വിഘ്ന എവിടെയെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പോയി വീട്ടിൽ തന്നെ പൂത്തടന്ന് ഉറക്കായിരുന്നു. അത് മാത്രമല്ല, പിന്നെ പ്ലമ്മിന്റെ ഒരു ടോണറാണ്. ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് നല്ല രസമുണ്ട് കാണാനും കൊള്ളാം. അങ്ങനെ അടുത്തത് ഫോർത്ത് സ്റ്റൈലിന്റെ ഒരു സെറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഒരു ദിവസം അവളെ കാണാൻ ഞാൻ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എരിച്ചിൽ വരത്തില്ലേ, എന്താ പറയുന്ന പുകയത്തില്ലേ, എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇത് ഹൈപ്പർ പിഗ്മെന്റേഷനും റെഡ്യൂസ് മാർക്സ്, ഇങ്ങനെ കുറെ മറ്റേ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സ്കിൻ ടോണൊക്കെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അധികം ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെ ഉപയോഗിക്കാറില്ല, പിന്നെ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരെണ്ണം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് മാറ്റും, അങ്ങനത്തെ ഒരാളാണ്. സോ അപ്പോൾ ഇതാണ്. പിന്നെ ഇത് മറ്റേ സംഭവം ലൂഫിന് പകരം ഉപയോഗിക്കുന്ന സംഭവം. ലൂഫല്ലേ? ലൂഫ. അത് തേങ്ങയായിരിക്കും. ഞാൻ ലൂഫെന്ന് പറയാം. അപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത്. ഞാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മറ്റേ അതില് ഇവിടെ ഒട്ടത്തില്ല, ചെവരല്ലാത്തോണ്ട് ഇങ്ങനെ ഒട്ടുന്ന സാധനം ചെറിച്ച് കുളിക്കാം. നെക്സ്റ്റ് ഇതൊരു, എനിക്ക് കോഫി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അഡിക്റ്റാണ്. ചിലർ ഇങ്ങനെ ഡ്രഗിനൊക്കെ അഡിക്റ്റ് ആവില്ല, അതുപോലെ അഡിക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോഫി പ്രോഡക്ട്സ് മീൻസ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ആയിരുന്നാണ്. അതുപോലെ വാങ്ങിയതാണ് ഈ ഗ്ലാസിൻ്റെ ഒരു കപ്പ്, കണ്ടില്ലേ, സ്ട്രോയൊക്കെ ആയിട്ട് അല്ലേ, ഒരു ഗ്ലാസിൻ്റെ സ്ട്രോ ആണ്. പിന്നെ അടയ്ക്കാനും ഒരു തടിയുടെ ഒരു അടപ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ടാണ് വാങ്ങിയത്. സോ ഐ ലൈക്ക് ഇറ്റ്. ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം. ഒരു വാട്ടർ ബോട്ടിൽ. ഇതെനിക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടാണ്, വാങ്ങിയതാണ്. പക്ഷെ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ക്യൂട്ടല്ലേ കാണാൻ. നമുക്ക് നോക്കാം. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ
എനിക്കിങ്ങനെ വെള്ളം കുടിക്കുന്ന ദുശീലങ്ങളൊന്നുമില്ല. Oh my God. കാണുന്നില്ല. എവിടെ പോയി? സ്ട്രോ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഒരെണ്ണങ്ങളുണ്ടല്ലോ. ഉണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണുന്നുണ്ടോ? ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി മോട്ടിവേഷൻ വാങ്ങുന്ന കുട്ടിയാണ്. ഇതിനെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ വെള്ളം കുടിക്കാതെ അത് നമുക്ക് വേറെ സാധനം കാണിച്ചു. ഞാൻ റാൻഡം ആയിട്ട് തിങ്സാണ് വാങ്ങിച്ചത്. ഞങ്ങൾ സ്കിൻ കെയർ ഒന്നും വാങ്ങിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഐ ബ്രഷ് കുറച്ച് വാങ്ങിയായിരുന്നു, കുറച്ചല്ല 4 എണ്ണം. ഇതെല്ലാം സെറ്റാണ്. ഇത് വയലറ്റ് ബ്രഷായിരുന്നു. ഇതെൻ്റെ ഐ ഷാഡോയുടെ കളറാണ് ഇതിലുള്ളത്. കണ്ടോ? എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങി. പിന്നെ ഞാൻ സവാനയിൽ നിന്ന് 3 നെയിൽസ് വാങ്ങിയെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടോ? തുറന്ന് കാണിച്ചു തരാം. ഉണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ഇതെനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് 3 ഞാൻ വാങ്ങിയായിരുന്നു. 2 മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. വേറൊരെണ്ണം ഭയങ്കര ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ട്. ഈ സാധനം കണ്ടോ? ഭയങ്കര ആർട്ടിഫിഷ്യൽ പോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് എന്തുവാ എനിക്ക് വേറെ ഇത് ഒരു എന്താ പറയാ, ചെറിയ ബ്ലൗസ് അല്ലേ, ആ ബ്ലൗസത്തിന്റെ ഒരു കളറാണ്. എല്ലാ പാക്കിലും ഇങ്ങനെ നെയിൽ ഗ്ലൂ ഉണ്ടായിരുന്നു, നെയിൽ സ്റ്റിക്കർ. പിന്നെ നെയിൽസ് ഇങ്ങനെ വരച്ചെടുക്കുന്ന സാധനം. എൻ്റെ ഫേവററ്റ് ഷെയ്ഡായ 2 ലിപ് ലൈനർ, സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ്. സ്വിസ് ബ്യൂട്ടി എൻ്റെ ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന അന്ന് ഡാൻസ് കളിച്ചില്ലേ, അപ്പോൾ ഒരാൾ പറയല്ലേ എന്തോന്ന് ഉങ്കള പേട ഉങ്ക അക്ക സ്വമ്മയാ ആടുറങ്കള, അങ്ങനെ എന്തോ കമൻറ്റ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന് കേട്ടാ. ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കളിച്ചത്. ഇവളാണ് എൻ്റെ കോൺഫിഡൻസ്. കാരണം എന്ത്, ഞാൻ ഡാൻസ് കളിക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായ ഒരു ഇത് കാണുന്നത്. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കി, പക്ഷെ വിദ്യാഭ്യാസത്തോണ്ട് ആ ഭംഗി കിട്ടുന്നില്ല. പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ഞാൻ ബ്രഷ് കാണിച്ചില്ലേ, അത് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല വിലയായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്രതീക്ഷിതമായി ഒരു കടയിൽ പോയപ്പോൾ കണ്ടതാണ് ഈ സാധനങ്ങൾ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്ലെൻഡ് ആവും. എനിക്ക് തരാമെന്ന് പറഞ്ഞ എന്തിനാന്നറിയില്ല. എത്ര എണ്ണം? 4 എണ്ണം ഉണ്ട്. 3, 4, 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഓൾറെഡി എടുത്ത്. ഒരു മിനിറ്റ് പൊട്ടിച്ചിട്ട് കാണിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയല്ലേ കാണിക്കുന്നവർ? ഇതിങ്ങനെ എൻ്റെ മാഗ്നറ്റിക് സംഭവങ്ങളാണ്. ഈ സാധനം എനിക്കും, ഇത് എൻ്റെ ഏച്ചിക്ക്. ഇനി മക്കളെ പിടിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഞാൻ 2 ഐ ഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാഴ്സിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്നാലും കാണിക്കാം. കണ്ടോ, ഈ സൈഡിൽ സംഭവം ഞാൻ വാങ്ങിയ ആ ടൈമിൽ തന്നെ ഞാൻ കെയർലെസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ആട്ടിക്കൊണ്ട് വരായിരുന്നു. അപ്പം താഴെ വീണ് അവിടെ ഒരു കഷണം പോയി. നല്ല ഷെയ്ഡാണ് ഗൈസ്. ഇത് ഞാൻ എന്തുവാ കാണിച്ചു തരാം. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, അടുത്ത് കാണിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ബിഗ്ന എവിടെയെന്ന് ചോദിക്കുക. യൂട്യൂബ് ചാനലോട്ടാ. ഞാൻ ഇവിടെ ഉള്ളടുത്ത സമയത്തൊക്കെ ചേച്ചിയുടെ കൂടെ എടുക്കുന്നതായിരിക്കും. ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ കാണില്ല. പിന്നെ ഞാൻ വേണമെന്ന് വെച്ച് ഒഴിവാക്കുന്നതല്ല.
അവളായിട്ട് വരാത്തതാണ്. പിന്നെ ഞാൻ വാങ്ങിയത് കളർ ബോർഡിൻ്റെ ഒരു ഐ ഷാഡോ ആണ്. ഇതിൽ അയ്യോ, ഇത് ഫുള്ള് ഗ്രീന്, പിന്നെ ഒരു ബ്രൗൺ അങ്ങനത്തെ ഷെയ്ഡ്, പിന്നെ ഫുള്ള് ഓറഞ്ച് അങ്ങനത്തെ. ഇതെല്ലാം ഇടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇത് എക്സ്പെരിമെന്റ് ചെയ്യാമല്ലോ. പിന്നെ ഒരു പിങ്ക് അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടോ അല്ലേ? പിന്നെ ഇത് ഒരു പൊട്ട്, ഇത് രാത്രി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് അടിക്കും. ഇന്നലെ വെച്ച് നോക്കി വീഡിയോ എടുത്തപ്പോഴത്തേക്കും റെഡ് ലൈറ്റ് അടിക്കുന്നു. പിന്നെ ഞാനൊരു ഫേസ് റേസർ വാങ്ങി. പിന്നെ ഞാൻ ഒരെണ്ണം ഉപയോഗിച്ചായിരുന്നു. ഈ പൊട്ടൊക്കെ ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്നത്, പക്ഷേ ഇപ്പം അത്ര ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് പിന്നെയും വാങ്ങി, എന്തെന്നറിയില്ല. കണ്ടു, ഞാൻ ഇന്നലെ ഫേസ് റേസ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു മുറിവ് വന്നു. അത് മുറിവൊന്നും പോലും അറിയാതെ ഞാൻ ഒരു 5-6 പ്രാവശ്യം വീണ്ടും ആ മുറിയിൽ കൂടെ തന്നെ ഷേവ് ചെയ്തു. നല്ല സുഖം. പിന്നെ എനിക്ക് ഞാൻ ആഫ്റ്റർ റേസ് ചെയ്തതിന് ശേഷം എന്തോ ഞാൻ പറയാത്ത ഐസ് വെച്ചില്ല. സോ പിമ്പിൾസ് വന്നു, പിമ്പിൾസ്. പക്ഷെ ഇത്ര നാൾ വാങ്ങിയതിനേക്കാളും കൊള്ളില്ലേ? നല്ല ഷാർപ്പാണ്. പക്ഷെ ഇതിനു മുമ്പ് വാങ്ങിയത് ഫുള്ളും എന്താ നല്ല എന്താ പറയാ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വേദനയായിരിക്കും. നമ്മളെ ഫേസ് ഒരുപാട് റഫാന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഷാർപ്പാണ്, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും. ബാക്കിയുള്ളതൊക്കെ അത്രയും അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെറും ലോക്കൽ സാധനമാണ്. പിന്നെ എനിക്ക് മസ്കാര ഇല്ല കൈ, സോ ഞാൻ എൻ്റെ ചേച്ചി വാങ്ങിച്ചതുപോലെ ഒരു മാഴ്സിൻ്റെ മസ്കാര വാങ്ങി. ഇത് ലെൻസാണ്, ഐ ലെൻസാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നല്ല ഗ്രേ ആണ്. ഗ്രേ അല്ലേ? സോറി ഗൈസ്, ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ അക്വാ കളറിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് തന്നെയാണല്ലേ? ലെൻസ് കാർട്ടിൽ നിന്നത് കിട്ടിയേ. വണ്ടി ഉണ്ടോ? ഇത് ഒരെണ്ണം വേറൊരെണ്ണം കൂടെ വാങ്ങിയായിരുന്നു ഞാൻ. അത് ഞാൻ എനിക്ക് തന്നു. പിന്നെ വേറൊരെണ്ണം കൂടെ വാങ്ങിയായിരുന്നു, അത് ഞാൻ വെച്ച് യൂസ് ചെയ്ത് വാങ്ങി. ഇത് ബിഗ് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ സ്റ്റോറിൽ പോയി വാങ്ങിയത്, കണ്ടപ്പോ വാങ്ങിയതാണ് കേട്ടോ. കാണാതെ അതല്ല, വാങ്ങണമെന്ന് പോയി വാങ്ങിയതല്ല, കണ്ടപ്പോ. ഇത് 70 രൂപയ്ക്ക് കിട്ടിയ സംഭവമാണ്. കാണാൻ പറ്റുന്നത് 70 രൂപയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ലേ ഒരു കമല, ആ രീതിയിൽ തോന്നി ഞാൻ വാങ്ങിയതാണ്. ഇൻസ്റ്റാഗ്രാമിൽ തോന്നിയ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ? ഇതാണ് വേറൊരു, എൻ്റെത് വെറും 50 rupees. ഐ എം സോ മിനിമൽ. മിനിമലായിട്ടുള്ള ആളുടെ സാധനങ്ങൾ ഇനി കാണുന്നത് കേട്ടോ. ഇതാണല്ലോ കണ്ടോണ്ടിരിക്കാം. അതെ അതെ. പിന്നെ ഞാൻ വാങ്ങിയതാ ഈ കൈയിൻ്റെ ഈ സംഭവമാണ്. ഈ സംഭവം ഒരു സ്കെലിറ്റന്റെ ഒരു ക്ലോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. പിന്നെതാ വാച്ച് ടിൽ ദി എൻഡ്, ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് എൻ്റെ പഴയ ഇയർബഡ്സ് ആണെങ്കിൽ ഞാൻ വാഷ് ചെയ്യുന്നതിന് മുമ്പേ പാൻറ്റിൽ നോക്കിയായിരുന്നു അത് ഇയർബഡ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ. ഞാൻ വെച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ കാണും. പിന്നെ ഞാൻ അലക്കാനിട്ട് കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് അലക്കിയെടുത്ത് വിരിക്കാൻ പോയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് തടഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ 1 ലിറ്റർ വെള്ളം അതിൻ്റെ അകത്ത്. പിന്നെ അത് അടിച്ചു പോയി. ബോട്ടിൻ്റെ തന്നെ ആയിരുന്നു അത്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇയർബഡ്സില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും ഞാൻ ഇയർബഡ്സ് എപ്പോഴും അത് വെച്ച് നമ്മൾ സൗണ്ട് കേൾക്കുന്നതിനേക്കാളും നല്ല പാട്ട് കേൾക്കുന്നതാണ്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾസ്. എനിക്ക് മനുഷ്യന്മാരെ ഇഷ്ടം. ഞാൻ എന്തിനാ ഇത് കണ്ട നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതെടുക്കാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ചുരണ്ടി എടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഇപ്പം എടുക്കുന്നില്ല. പിന്നെ ബിഗ്ന ജേർണലിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പൊ കുറച്ചും കൂടെ ഇതൊരു അപ്ഡേറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഇതൊരു ജേണൽ കിറ്റാണ്. ഡിസംബർ ഞാനൊരു വിന്റേജ് മോഡലാ നോക്കിയേ. വിന്റേജ് മോഡലിന്റെ കിട്ടി. ഒരു മെമ്മോ കാർഡാണ്. ഇത് കുറെ ഒക്കെ ഉണ്ട്. എത്ര ഉണ്ട്, കുറെ പീസ് ഉണ്ട് കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതേണ്ട ലിസ്റ്റ് ഒരു ദിവസം. പിന്നെ ഇത് റെക്കോർഡ് പേപ്പർ. പിന്നെ റെക്കോർഡ് ഡേറ്റ് ടൈപ്പ് അങ്ങനത്തെ കുറച്ച് things. പിന്നെ ഇതിന് തന്നെ ഡയറി കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കർ, ലൈക്ക് സ്റ്റിക്കർ അല്ല എന്നാലും കുറച്ച് ക്യൂട്ട് ക്യൂട്ട് തിങ്സ് ആയിട്ടുള്ള കാർഡ്സ്. പിന്നെ രണ്ട് ഇത് ഞാൻ വാച്ചതാണ്. അതിലിവിടെ ഒരു കറ പോലെ കാണുന്നുണ്ട്. ഇതൊരു ലെറ്റർ സംതിങ് പോലെ. കുറെ സ്റ്റിക്കേഴ്സ്. ഒരു വാഷി ടൈപ്പ് ഉണ്ട്. രസമുണ്ട്. ചെറുതാ ഉള്ളൂ. സങ്കടമായി പോയി. അതാണ് ഞാൻ കുറച്ച് 2-3 പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു പിശുക്കരായതുകൊണ്ട് ഒരെണ്ണേ തന്നു. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ആമസോണിൽ നിന്നല്ലേ വാങ്ങിയേ? പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓയിൽ പിന്നെ ഇങ്ങനെ ഓയിൽ പേപ്പർ, ഈ വെളിച്ചെണ്ണ തേച്ചത് പോലത്തെ ഒരു കുറെ പേപ്പർ ഉണ്ട്. ഇങ്ങനത്തെ പേപ്പേഴ്സ് ഉണ്ട്. നല്ല രസമുണ്ട്. മീൻസ് ബോറടിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാം. നമ്മളെ ചുമ്മാ ഫോണും കുത്തി ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം. അയ്യോ ആരും എന്നെ പ്രാതി. പിന്നെ ബിഗ്നയുടെ സാധനങ്ങൾ ഇതൊക്കെ. കുറേ പെന്ന്, കുറേ പെന്നുണ്ട്. 5 പെന്ന്. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റത്തെ സാധനം കാണിച്ചു തരാം. ലാസ്റ്റ് സാധനം കാണിച്ചില്ല ഗൈസ്. അമ്മേ താഴെ പോയന്. ഞാൻ ഇന്നലെ ഒരു പുതിയ ഫോൺ എടുത്തു ഗൈസ്. ഞാനാണ് വാങ്ങിക്കൊടുത്തത് ഗൈസ്. വിത്ത് മൈ ഓൺ മണി. ഐഫോൺ 14. എൻ്റെ ഫോണിൽ എന്തുവാ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ടാണ് വാങ്ങിയത്. പപ്പയും എൻ്റെ ചേച്ചിയും കൂടെ വാങ്ങി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല വയലറ്റ് കളർ. ഇത് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് എന്തോ ഒരു വയലറ്റ് ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും മാത്രം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിദ്യ എനിക്ക് വാങ്ങി തരുന്നത്. യെസ്, എനിക്ക് ഓഫ്കോഴ്സ് എനിക്ക് പൈസ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടും ചിലവാക്കുന്നതാണ്. എന്തെങ്കിലും നിനക്ക് വേണ്ടി നീ ചിലവാക്കില്ലേ? ഓഫ്കോഴ്സ് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നടക്കുന്നില്ല. സമയം എടുക്കുന്നില്ല. സമയം 20 വയസ്സല്ലേ ആയുള്ളൂ. എനിക്കിപ്പോൾ 20 വയസ്സല്ലേ ആയുള്ളൂ. അത് വലിയൊരു വയസ്സൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് കേട്ടോ ഗൈസ്. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യണം പ്ലീസ്. നമ്മള് ഒഫീഷ്യലി 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അതാ ചെയ്ത എല്ലാവർക്കും വളരെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എനിക്ക് എപ്പോഴും കമന്റ് ഇടുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ്. സത്യം ഞാൻ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആകുമെന്ന് ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കമന്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. ലൈക്ക് ആരൊക്കെയാണ്?
കുറച്ച് പേരുണ്ട്, എനിക്ക് പേരധികം ഓർമ്മയില്ല. സേര, പിന്നെ രാഹുൽ, പിന്നെ പിന്നെ കുറച്ച് പേരുണ്ട്. നിഹാൽ മാത്യു, പിന്നെ കുറേ പേരുണ്ടായിരുന്നു ഗൈസ്. ലിഫ, ഫാത്തിമ, അങ്ങനെ എന്തോ കുറേ പേരുണ്ട്. കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. നിങ്ങൾ ഭയങ്കര എന്തോ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയിക്കുന്നുണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സപ്പോർട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. നിങ്ങളുടെ വീട്ടിൽ അമ്മച്ചനും ഫോൺ ഉണ്ടല്ലോ, അപ്പം യൂട്യൂബിൽ പോയിട്ട് എൻ്റെ പേരടിക്കുമ്പോഴൊന്നും വരത്തില്ല, ഭയങ്കര ഫേമസ് ആയതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടേ പോയി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തു ടിങ് ടിങ് അടിക്കുക. ഓക്കെ, ബൈ. ബൈ ബൈ.